ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ഫ്ലേവർ ഫ്യൂഷൻ. സൂപ്പർ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാവും. എഗ് മസാലയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി എഗ് മസാല. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടാലോ. അതിനായിട്ടൊരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ 3 എഗ്ഗാണ് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ 2ആയിട്ട് തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി എന്താ, ഇതുപോലെ എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. നന്നായിട്ടൊന്നും ഫ്രൈ ഒന്നും ആവണ്ട, ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാവും കേട്ടോ. ഇനി അതേ പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്തിട്ട് 5 പച്ചമുളക് 4ആയിട്ട് കീറിയതാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ആകെ ഒരു മസാലയിൽ ചേർക്കുന്നത് പച്ചമുളകും പെപ്പറും മാത്രമാണ്. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവനവൻ്റെ എരിവിനനുസരിച്ച് പച്ചമുളകും പെപ്പറും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ആ പച്ചമുളക് ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ 2 സവാള ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ ഇതാ 2 സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത ശേഷം 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് വഴണ്ട ശേഷം ഒരു വലിയ തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ തക്കാളി വേഗം വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ച് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണ്. ഒരു തക്കാളി അതിലോട്ട് കട്ട് ചെയ്തിട്ടു. ഒരു തക്കാളിയുടെ പേസ്റ്റും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് ഭയങ്കര ഒരു കൊഴുപ്പ് അതിന് തരാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് തക്കാളി അരച്ച് ചേർക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മസാലപ്പൊടിയായിട്ട് ആകെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ളതാണ്. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളൂ. ഇനി അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നന്നായിട്ട് തക്കാളിയും എല്ലാം ഒന്ന് വെന്ത് വരട്ടെ, വെന്ത് കുറുകി വരണം. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എഗ് മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ നമ്മുടെ എഗ് മസാല. വളരെ സിമ്പിളാണ്. ചോറിൻ്റെ ഒപ്പം പലഹാരത്തിൻ്റെ ഒപ്പം ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് മസാലയാണ് കേട്ടോ ഇത്.